ഹലോ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. എന്താണ് എല്ലാവരും വിശേഷം? സുഖമാണെന്ന് കരുതുന്നു. എല്ലാവരും എൻ്റെ ഇന്നലത്തെ വീഡിയോ കാണുന്നുണ്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ സ്നാക്സ് ഇറാനി പോളയാണ് കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമാണ് ഇറാനി പോള. മെയിനായിട്ട് പറയാനുള്ളത് എണ്ണയിലൊന്നും വറുത്ത് കോരുകയേ വേണ്ട. ഒരു തരി പോലെ എണ്ണ ഇല്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇറാനി പോള ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതിലേക്ക് ആദ്യം വേണ്ടത് സവാള, തക്കാളി, പച്ചമുളക്, ക്യാപ്സിക്കം. പിന്നെ പച്ചമുളക് അരിയുമ്പോൾ വളരെ ചെറുതാക്കി അരിയുക. വലുതാക്കി അരിഞ്ഞാൽ ഒരു കാണുമ്പോഴൊന്നും ഒരു രസം ഉണ്ടാവില്ല. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഉപ്പാണ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ കുറച്ച് ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ മെയിനായിട്ട് വേണ്ടത് ചിക്കൻ മസാലയാണ്. അതാരും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കണം കേട്ടോ. ചിക്കൻ മസാല ഇടുമ്പോൾ ഈ മസാലക്ക് തന്നെ ഭയങ്കര ഒരു ടേസ്റ്റാണ്. അപ്പോൾ അതാരും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ അത് വേവുന്ന ടൈമിൽ നമുക്ക് ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഞാൻ മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയിട്ട് വേവിച്ച ചിക്കനാണ്. ഈ ചിക്കൻ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുക്കുക. ഓവറായിട്ട് ക്രഷ് ആവരുത്, പേസ്റ്റ് ആവരുത്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇനി കൈ വെച്ചിട്ട് നമുക്കിങ്ങനെ നുള്ളിയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഇതാക്കാന്നുണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ. അത് നിങ്ങളിഷ്ടം പോലെ ചെയ്യുക. എത്രയാണോ എരിവ് ആവശ്യം അതിനനുസരിച്ച് നിങ്ങൾക്ക് കുരുമുളകും പച്ചമുളകും ഒക്കെ കൂട്ടാട്ടോ. എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച മസാലയ്ക്ക് ഈ ചിക്കൻ ക്രഷ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് രണ്ടും കൂടെ നന്നായിട്ട് ഒന്ന് യോജിച്ച് വരണം. ഇനി നമുക്കിതിൻ്റെ ബാറ്റർ തയ്യാറാക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ടത് നിങ്ങൾക്ക് എത്ര കട്ടിയാണോ വേണ്ടത്, എത്ര ലെയറാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള മൈദ നിങ്ങൾ എടുക്കുക. ഞാനിവിടെ 2 ലെയറാണ്. ഓവർ ലെയറാണെങ്കിൽ ഇവിടെ ആരും കഴിക്കില്ല. അപ്പോൾ അത് കാരണം ഞാൻ 2 ലെയറിനുള്ള മൈദ മാത്രമേ എടുക്കുന്നുള്ളൂ. പിന്നെ മൈദ മിക്സ് ചെയ്യുമ്പോൾ ഒരിക്കലും വെള്ളത്തിൽ മിക്സ് ചെയ്യരുത്, പാലിൽ വേണം മിക്സ് ചെയ്യാൻ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളത്തിലാണെങ്കിൽ ടേസ്റ്റ് ഉണ്ടാവില്ല, പാലിലാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഈ മൈദയിലേക്ക് ഞാൻ കുറച്ച് കുരുമുളക് പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക, കുറേ ഉപ്പ് ഇട്ട് കൊടുക്കരുത്. കാരണം നമ്മൾ മസാലയിൽ ഉപ്പുണ്ട്, ഇതിലും ഉപ്പുണ്ട്. അപ്പോൾ ഒക്കെ കൂടെ ആകുമ്പോൾ ഭയങ്കര അത് പ്രത്യേകം ശ്രദ്ധിക്കാം. പിന്നെ ഒരു പാൻ ചൂടാക്കിയിട്ട് ജസ്റ്റ് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് എല്ലായിടത്തും ഒന്ന് ആക്കി കൊടുക്കുക. ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല ഉണ്ടല്ലോ അതിങ്ങനെ ലെയറായിട്ട് നമ്മളിങ്ങനെ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തേക്കും ആവുന്നുണ്ടോ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലാതെ ഒരു ഭാഗത്തേക്ക് മാത്രം ഇട്ട് കൊടുക്കരുത്. എന്നിട്ട് എല്ലാ ഭാഗത്തേക്കും ആയതിനു ശേഷം വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ച ബാറ്റർ വീണ്ടും ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ ഉണ്ടാക്കി വെച്ച മസാല വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിതിൽ ചീസും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഞാൻ ചീസ് ഇടുന്ന വീഡിയോ ഇതിൽ ഇടാൻ എൻ്റെ ക്യാമറ ഓണല്ലായിരുന്നു, ഓണാന്ന് കരുതിയത്. പക്ഷേ അത് ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ചീസ് വേണമെന്നുണ്ടെങ്കിൽ മൊസല്ല ചീസാണ് ഞാൻ ഇട്ട് കൊടുക്കണം. അത് വേണം, അതിന് ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഒന്നും കൂടി ഭയങ്കര ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ അത് നിങ്ങളെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക എങ്ങനെ വേണ്ടതെന്നുള്ളത്. നമുക്കിത് വേവിക്കാൻ ഒരു 20 മിനിറ്റ്സ് മാക്സിമം വേണം. വളരെ തീ കുറച്ചിട്ട് ലോ ഫ്ലെയിമിലാക്കിയിട്ട് തന്നെ നിങ്ങളിത് ചെയ്യണം. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ചെയ്യരുത്, അപ്പോൾ അടി കരിഞ്ഞു പോകും. അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ട് ഞാൻ അടിയിൽ പിടിക്കുമെന്നൊക്കെ ഒന്ന് ജസ്റ്റ് പേടിച്ചിരുന്നു. പക്ഷെ അങ്ങനെയൊന്നുമല്ല, നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ട് ഭയങ്കര ടേസ്റ്റിയാണ്. എന്നാൽ വയറൊക്കെ ഭയങ്കരമായിട്ട് ഫില്ലാവും ചെയ്യും ഒരു 2 എണ്ണമൊക്കെ കഴിക്കും. ബിക്കോസ് നമ്മൾ കുറേ ഇതിൽ ലെയർ ആഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റ, ബൈ.